ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ ലോകത്ത് പരസ്യം പ്രദർശിപ്പിക്കാൻ റെഡി ആയിട്ട് സ്ഥലം കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ എത്ര അളവിൽ ക്രിയേറ്റീവ്സ് ഉണ്ട്, ഈ സ്ഥലങ്ങൾക്കൊക്കെ എത്ര വ്യൂസ് ഉണ്ട്, ഇവരിൽ എത്ര സന്ദർശകർ വരുന്നുണ്ട്, ഈ സന്ദർശകരൊക്കെ ആരാണ്, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ ഏതൊക്കെ വെബ്സൈറ്റിൽ വരും തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റ SSP സൈഡിലുണ്ടാവും. ദുബായിലെ ബിസിനസ് ഓണേഴ്സിന് എപ്പോഴും ഒരു സെൻസ് കൂടുതലാണ്. കാരണം ഇവരെപ്പോഴും $1 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡോളർ കിട്ടും എന്നുള്ള ചിന്താഗതി. റോയസും ROI ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ബിസിനസിന്റെ എക്സ്പെൻസ് അത് ഭീകരമാണ്. അഡ്വർടൈസ്മെന്റ് കാരണം ഇത് ഞാൻ അങ്ങനെ തന്നെ പറയാനൊരു കാരണമുണ്ട്. നമ്മളിപ്പോ ഒരു 100 കസ്റ്റമർ ഞമ്മക്ക് സാധനം മേടിച്ച് 100 ആൾക്കാർ റിട്ടേൺ അടിച്ചാലോ? പക്ഷെ ആൾക്കാർ എന്താ ലിങ്ക്ഡിൽ എഴുതുക, ഈ അച്ചീവ്ഡ് 5x, I വെക്സ് 6x, I അച്ചീവ്ഡ് 10x. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് പറഞ്ഞെടുക്കാത്തതിന്റെ ഏറ്റവും വലിയ തെറ്റ്. അതിന് 2 ലോജിക്ക് നമ്മൾ പറയും. ഒന്നാമത്തെ ലോജിക്ക്, വാട്ട് ഈസ് ദ ആവറേജ് ഓർഡർ വാല്യൂ ഓഫ് ദാറ്റ് കൺസ്യൂമർ. രണ്ടാമത്തെ പോയിന്റ്, വാട്ട് ഈസ് ദ ലൈഫ് ടൈം വാല്യൂ ഓഫ് ദാറ്റ് കൺസ്യൂമർ. കണക്ട് ചെയ്യുമായിരിക്കാം, നമ്മൾ ഓഡിയൻസ് ടാർഗറ്റ് കൊടുത്തു, ഓക്കെ. പക്ഷെ അയാളുടെ ഫുട്ബോളിനോടുള്ള താല്പര്യം മേ ബി വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അയാൾ താല്പര്യം പോയിട്ടുണ്ടാവും. ഇന്ന് ഈ സമയത്ത് ഈ നിമിഷം ഞാൻ ഈ വെബ്സൈറ്റിൽ കയറുന്ന നിമിഷം താല്പര്യം എന്താണോ അതറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആഡ് കാണിക്കാൻ പ്രോഗ്രാമാറ്റിക് ആഡ്സിന് പറ്റും.